നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ വിജയം രാഷ്ട്രീയ ചർച്ചകൾ ദേശത്താകെ കൂടുതൽ സജീവമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ മാറ്റം അനിവാര്യമാണ് എന്ന വിലയിരുത്തലുകളാണ് ഭൂരിഭാഗം ചർച്ചകളുടെയും പ്രധാന ഉള്ളടക്കം. നിലപാടുകളിൽ കൃത്യതയും വ്യക്തതയും ഇല്ലെങ്കിൽ പോലും ഇടത് വലത് പ്രസ്ഥാനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അധികാരത്തിലെത്തുന്ന രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിന്റേത്. പഴയ ആൾക്കൂട്ടമല്ല, അടിത്തറയുള്ള നിലപാടുകളാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ സാക്ഷര കേരളത്തിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയരാകാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകുമോ? ഈ ഘട്ടത്തിൽ നിയന്ത്രണ രേഖ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൽ മാറ്റം വരേണ്ടത് രാഷ്ട്രീയത്തിലോ പ്രസ്ഥാനങ്ങളിലോ? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ആം ആദ്മി പാർട്ടി നേതാവ് ശ്രീ CR നീലകണ്ഠൻ, ഇടതുപക്ഷ നിരീക്ഷകനും രാഷ്ട്രീയ ചിന്തകനുമായ ശ്രീ MP പരമേശ്വരൻ, കോൺഗ്രസ് നേതാവ് ശ്രീ CP മുഹമ്മദ് MLA, BJP നേതാവ് ശ്രീ MT രമേശ്, CPM നേതാവ് ശ്രീ CN മോഹനൻ എന്നിവരാണ്. ഒപ്പം പ്രേക്ഷകരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ശ്രീ MP പരമേശ്വരൻ, കേരള രാഷ്ട്രീയത്തിന് ഒരു മാറ്റം അനിവാര്യമാണോ? ആവശ്യമാണ്. അനിവാര്യമാണെന്ന് പറയാൻ പറ്റില്ല. ആവശ്യമാണെന്നുള്ള യാതൊരു സംശയമില്ല. അത് ഈ ആം ആദ്മി പാർട്ടിയുടെ വിജയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ വളരെ കാലമായിട്ട് ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ വികസനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് പുനഃപരിശോധിച്ചില്ലെങ്കിൽ കേരളത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആവശ്യമാണെന്നേ ഇപ്പം പറയുള്ളൂ. അംഗീകരിക്കാൻ തയ്യാറാണോ ശ്രീ CP മുഹമ്മദ്? ആവശ്യമാണ് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. പക്ഷെ നിലവിലുള്ള ഇദ്ദേഹം പറഞ്ഞത് തന്നെ പറയാനുള്ളത്, ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ടല്ല. നമ്മുടെ വികസനത്തോടുള്ള കാഴ്ചപ്പാട്, കേരളത്തിൻ്റെ വളർച്ചയിലുള്ള കാഴ്ചപ്പാട്, അതിലെല്ലാം അടിമുടി ഒരു മാറ്റം അത്യാവശ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലുള്ള മാറ്റത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. എപ്പോഴെങ്കിലും കോൺഗ്രസ് അത് സ്വയം തിരിച്ചറിയുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാവി തന്നെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും ശക്തമായ അടിത്തറയുള്ള സംഘടനാ സംവിധാനമുള്ള, ഭരണതലത്തിൽ പോലും ശക്തമായ പ്രാതിനിധ്യമുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് കേരളത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? ഏത് തരത്തിലുള്ള മാറ്റമാണ് കോൺഗ്രസിന് ആവശ്യമെന്ന്? ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ ശൈലിയും അവിടുത്തെ സംഘടനാ സാഹചര്യവും കേരളത്തിൽ ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കേരളത്തിൽ ഏത് തരത്തിലുള്ള മാറ്റമാണ് ആവശ്യമെന്ന് സ്വയം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അനുസരിച്ചാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമുള്ള പ്രവർത്തന ശൈലിയല്ല കേരളത്തിൽ കോൺഗ്രസ് തുടർന്നു വരുന്നത്. ശ്രീ MT രമേശ്, കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വേണോ എന്ന ചോദ്യത്തിന് ഏറ്റവും ആദ്യം BJP സ്വയം കാണുന്ന മറുപടിയാണ് ഞങ്ങൾ എന്നുള്ളത്. ബദലായി ഒന്നും മുന്നോട്ട് വെക്കാതെയാണത്. ഒരിക്കലുമില്ല. കേരളത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള ബദൽ സമീപനമുള്ള പാർട്ടിയാണ് BJP. കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഈ മുന്നണി സംവിധാനമാണ്. ആ മുന്നണികൾ, രണ്ട് മുന്നണികളുടെയും നിലപാടുകളൊന്നാണ്. ആ മുന്നണികൾ തമ്മിൽ മൗലികമായിട്ടൊരു വ്യത്യാസമില്ല. ഓരോ 5 വർഷവും മാറി മാറി ഭരിച്ചുകൊണ്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തുക എന്നല്ലാതെ മൗലികമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ നിലപാടുകളുമായി ബന്ധപ്പെട്ടോ ഒരു വ്യത്യാസമില്ലാത്ത രണ്ട് മുന്നണികളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഭരണമാറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു ബദൽ രാഷ്ട്രീയം ഉണ്ടാവണമെന്ന് എത്രയോ കാലമായി BJP പറയുന്നത്. ബദൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ നിലപാടുണ്ട്. ഓരോ സമീപനത്തിലും രണ്ട് മുന്നണികൾക്കും ബദലായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടി തന്നെയാണ് BJP. അതുകൊണ്ടൊരു തേർഡ് ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ വേണം. ഇതിപ്പോൾ ഇന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തേർഡ് ഓൾട്ടർനേറ്റീവ് സ്ഥാനത്തേക്ക് BJPക്ക് വളരാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേരളവും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. CPM ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനത്തിന് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയമായ അടുത്ത 2 വർഷത്തേക്കുള്ള നിലപാടുകളും നയവും ഒക്കെ തീരുമാനിക്കുമെന്ന് കേരള രാഷ്ട്രീയം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നോക്കി, ആം ആദ്മി പാർട്ടിയുടെ വിജയം എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പിലെ സന്ദേശം നോക്കി CPM തോന്നുന്നുണ്ടോ? അതെ, കേരളത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലൊരു ഭരണ മാറ്റം, ഒരു സംവിധാനം ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. അക്കാര്യത്തിൽ കേരളത്തിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകന്മാരും മറ്റ് സംഘടനകളെല്ലാം ഏതാണ്ട് പൊതുവായിട്ട് എല്ലാവരും യോജിക്കുന്നൊരു കാര്യമാണ്. ആ മാറ്റം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നൊരു സംവിധാനത്തിൻ്റെ അകത്ത് കേരളത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ മാറ്റം അനിവാര്യമാണ്, നിർബന്ധമായും മാറ്റം വേണം എന്ന് വാദിക്കുന്നതിന് ആധാരമായിട്ടുള്ള വസ്തുതകളുടെ ഒരു മലവെള്ളപ്പാച്ചിൽ തന്നെ വസ്തുതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അത് ആവശ്യമാണ്. കേരളത്തിൽ ഇപ്പോൾ അഴിമതി, ഇപ്പോൾ ഡൽഹി ഇലക്ഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വാസ്തവത്തിൽ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരാവശ്യം ഉന്നയിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക്, അതെല്ലാം ക്രോഡീകരിച്ചതിൽ ആം ആദ്മി പാർട്ടിയാണ് പങ്കുവഹിച്ചത് പ്രധാനമായിട്ടും. അത് അവർ അർഹിക്കുന്ന വിജയമാണ് കേരളത്തിൽ. കേരളത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. കേരളത്തിൽ ആ മാറ്റത്തിലേക്ക് കേരളം വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ.
അതിന് കേരളത്തിൻ്റെ അകത്ത് സംഘടിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനം ഉള്ള നിലയ്ക്ക് കേരളത്തിൽ ആം ആദ്മി പാർട്ടി പോലെയല്ല യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ മുൻപന്തിയിൽ ഇടതുപക്ഷമായിരിക്കും നിൽക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായ തരത്തിൽ, അതിന് ഉത്തേജകമാകുന്ന തരത്തിലുള്ള, അതിനാവശ്യമായ കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ടുള്ള പരിപാടിയും പദ്ധതിയും ഇപ്പോൾ CPM-ൻ്റെ സമ്മേളനമടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിന് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നന്നായിട്ടറിയാം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു താരതമ്യത്തിനുള്ള ചോദ്യം പോലും അവശേഷിപ്പിക്കുന്ന ഒന്നല്ല. പക്ഷേ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ പോലും ഒരു ബദൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളും ചർച്ചകളും കേരളത്തിലും സജീവമാണ്. ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ കേരളത്തിലെ ആളുകളൊക്കെ ആം ആദ്മി പാർട്ടി ചേരുന്നുള്ള അന്ധവിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല, ഇതിൻ്റെ പ്രവർത്തകർക്കില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ സംസാരിച്ച എല്ലാവരും കേരളത്തിലൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൻ്റെ സ്പേസ് എന്താണെന്ന് നമ്മൾ എത്തുന്നു. പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച 3 പേരും മാറ്റം വേണമെന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ പറയുന്നത് മാറ്റം വേണം തന്നെയാണ്. പക്ഷേ ആ മാറ്റം കേവലം സംഘടനാപരമായോ മുന്നണിപരമായോ ഒരു മാറ്റമല്ല, അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തിൽ മാറ്റം വേണം, സംഘടനാ രൂപത്തിൽ മാറ്റം വേണം. ഇപ്പോൾ ഒറ്റ ഉദാഹരണം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു 2 മുന്നണികൾ തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പോൾ BJP വന്നാലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാരണം നയപരമായി ഇപ്പോൾ കേന്ദ്രത്തിൽ UPA പോയി NDA വന്നിട്ടും നയപരമായ ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടി മോശമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ, ആ അർത്ഥത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വ്യത്യാസമില്ല. നേരെ മറിച്ച് നയപരമായി തന്നെ വ്യത്യാസമുള്ള അടിസ്ഥാന രാഷ്ട്രീയത്തിന് ഞങ്ങൾ വേറൊരു പാർട്ടി കൊണ്ട് വേണം എന്നല്ല പറയുന്നത്, വേറൊരു രാഷ്ട്രീയം വേണം എന്ന് തന്നെയാണ്. ഞങ്ങൾ വേറൊരു പാർട്ടിയല്ല, വേറൊരു രാഷ്ട്രീയമാണ്. അതിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വികസനം സംബന്ധിച്ച് നേരത്തെ ഡോക്ടർ MB പറഞ്ഞതുപോലെ വികസനം സംബന്ധിച്ച് ജനപക്ഷത്തു നിന്നുള്ള വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം വേണം. ഇത് മൂലധന പക്ഷത്തു നിന്നുള്ള വികസനമാണ് ഇന്നത്തെ രാഷ്ട്രീയം. അതാണ് ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞത്. രണ്ടാമത് സംഘടനാ രീതി. സംഘടനാ രീതി നമ്മുടെ മുഴുവൻ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കുന്ന സംഘടനാ രീതിയാണ്. അധികാര വികേന്ദ്രീകരണം വലിയ കാര്യമായി കേരളത്തിൽ നടപ്പാക്കിയിട്ട് പൊളിഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? എല്ലാ പാർട്ടികളുടെയും മുകളിൽ നിന്ന് പറഞ്ഞ താഴെയുള്ളവർ കേൾക്കണം. മുകളിൽ നിന്ന് പറഞ്ഞ താഴെയുള്ളവർ കേൾക്കുന്ന പാർട്ടി ഘടനയുള്ളിടത്തോളം അധികാര വികേന്ദ്രീകരണം നടക്കില്ല. കേരളത്തിൻ്റെ സവിശേഷാവസ്ഥയിൽ ഡൽഹിയിൽ നിന്ന് സമാനതകളുള്ള കുറേ കാര്യങ്ങൾ കേരളത്തിലുണ്ട്, വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ആളുകളുടെ രാഷ്ട്രീയ ചിന്ത വ്യത്യാസമുണ്ട്. പക്ഷേ വേറൊരു ഗുണമുണ്ട്, ഇത്രയധികം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊന്നില്ല. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ എല്ലാവരും തന്നെ ഏകാഭിപ്രായക്കാരാണ്. മാറ്റം വേണമെന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ വക്താവ് പോലും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മാറ്റം വരേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശൈലിയിലാണോ അതോ ഒരു പുതിയ രാഷ്ട്രീയം, പുതിയൊരു പാർട്ടിക്ക് തന്നെയാണോ സാധ്യത താങ്കൾ കാണുന്നത്? മാറ്റം വരുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശൈലി മാത്രം പോരാ, ശൈലി ആവശ്യമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയാണ്. എന്തൊരു സമ്പദ് വ്യവസ്ഥയാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ രാഷ്ട്രീയം കെട്ടിപ്പടുക്കണമെന്ന് ആശ്രയിച്ചിരിക്കും. ഇന്നുള്ള നീലാട്ടം പറഞ്ഞ മാതിരി ഈ മൂലധനത്തിനെയും മാർക്കറ്റിനെയും അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥ നിലനിർത്തുന്നതോടെ കാലം അതിനനുസൃതമായ രാഷ്ട്രീയം ഉണ്ടാവും, അതിനനുസൃതമായ രാഷ്ട്രീയ ശൈലികളുണ്ടാവും. അതിന് വ്യത്യസ്തമായിട്ട് ജനപക്ഷത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള പ്രാമുഖ്യം നൽകിയിട്ടുള്ള ജനപക്ഷ രാഷ്ട്രീയം വരികയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയം തികച്ചും വേറെ ആയിരിക്കും, അതിൻ്റെ ശൈലിയും വേറെ ആയിരിക്കും. എനിക്ക് ഡൽഹിയിലെ ഞാൻ അവരുടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ജനാധിപത്യത്തിന് അവർ കൊടുക്കുന്ന നിർവചനവും ആത്മാർത്ഥമായുള്ള തിരിച്ചറിവും, 2 അവർ നടത്തിയുള്ള ജനസംവാദം, ഡൽഹി ഡയലോഗ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത് അവർ ഉയർത്തിയ മുദ്രാവാക്യം എന്താ? സാധാരണ ജനങ്ങളുടെ ഒരു മുദ്രാവാക്യം, അത് അവർക്ക് പകുതി വിലയ്ക്ക് കുടിവെള്ളം സൗജന്യമായിട്ട് പകുതി വിലയ്ക്ക് വൈദ്യുതി. ആ മുദ്രാവാക്യം അവരുടെ ആ അജണ്ട ജനം ഏറ്റെടുത്തു. അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് കേജ്രിവാളിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ വന്നതാണ് ആ സാഹചര്യം. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, ഇപ്പോൾ അങ്ങനെ ഒരു മുദ്രാവാക്യമില്ല, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ല, അങ്ങനെ ഒരു സാഹചര്യവുമില്ല. ഒരു കാരണം ഉണ്ടാകണം ഒരു മാറ്റത്തിൽ. അല്ല, കാരണമുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമ്മളിപ്പോഴും നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കേരളം വളരെ സമ്പന്നമാണ്, കേരളം വളരെ സുഖസമൃദ്ധമാണ് എന്നൊക്കെയുള്ളൊരു അന്ധവിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കണേ. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒരൊറ്റ ഉദാഹരണം. 15 രൂപയ്ക്ക് അല്ലാതെ കുപ്പിവെള്ളം കുടിക്കാൻ വാങ്ങി കുടിക്കാൻ നല്ല വെള്ളം കിട്ടാത്തവരാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. കേരളത്തിൽ എന്തുകൊണ്ട് ഈ 3000 മില്ലിമീറ്റർ മഴ കിട്ടിയിട്ടും എല്ലാവർക്കും വെള്ളം കിട്ടുന്നില്ല എന്ന ചോദ്യം വേറൊരർത്ഥത്തിൽ ചോദിക്കേണ്ട ഒരു സ്ഥലമാണ് കേരളം. കാരണം അത് എല്ലാ വികസനത്തെയും ചോദ്യം ചെയ്യുന്നൊരു നയമാണ്. 2, കേരളത്തിലെ രോഗാതുരത. ഇന്ന് കേരളത്തിലെ വീടുകൾ നമ്മൾ പോയാൽ വളരെ സമ്പന്നമാണ് എന്ന് തോന്നുന്ന ഇടത്തരം സമ്പന്നമാണ് വീടുകൾ പോലും ഒരു രോഗം വന്നാൽ ആ വീട് BPL ആവുകയാണ്. APL വീട് ഒരു രോഗം വന്നാൽ BPL ആവുന്നു. അത്രയ്ക്കും വിനാശകരമായ അവസ്ഥയിലാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. രോഗാതുരത ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അതുപോലെ കേരളത്തിലെ മാലിന്യം, കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക്, നിലവിലുള്ള കക്ഷിക്ക് ഏതെങ്കിലും തരത്തിൽ മാലിന്യ സംസ്കരണത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ കഥകളൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായി എവിടെയും ഒരു പരിശീലനം കണ്ടിട്ടില്ല.
ഇതുപോലെ നിരവധി ചോദ്യങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ 200-ലധികം പ്രാദേശിക സമരങ്ങൾ നടക്കുന്നുണ്ട് വിവിധ വിഷയങ്ങളിൽ. ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരും ആ സമരരംഗത്ത് വരാറില്ല. അവസാനം സമരം ജയിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വരുന്നല്ലാതെ പ്ലാച്ചിമട മുതൽ ഇപ്പോൾ ഈ പറയുന്ന പാറമടകളടക്കം ഇതൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വികസനത്തിൻ്റെ ചോദ്യങ്ങൾ, മൂലധനത്തിൻ്റെ ചോദ്യങ്ങൾ, കമ്പോളത്തിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ശക്തിയെ രൂപപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിക്ക് എത്ര കഴിയും എന്ന ചോദ്യമാണ് അത് ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതൊരു ചെറിയ കാര്യമല്ല. വികസനം മാത്രമല്ല, ഇപ്പോൾ ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് വികസനത്തിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. അവിടെ കുടിവെള്ളം എത്തിച്ചു, ഗ്യാസ് എത്തിച്ചു, അവിടെ മെട്രോ റെയിൽവേ കൊണ്ടുവന്നു. ഇവിടെ വികസനം ആർക്ക് വേണ്ടി എന്നുള്ളൊരു സമീപനത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അവിടെ ജനങ്ങളുടെ മൗലികമായ പ്രശ്നം പാലിന് വില കുറയ്ക്കുക, അവർക്ക് വൈദ്യുതി ചാർജ് കുറയ്ക്കുക, അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളായിരുന്നു. വലിയ വ്യവസായ സ്ഥാപനങ്ങൾ കൊണ്ടുവരിക, മെട്രോ റെയിൽവേ കൊണ്ടുവരിക, അതുപോലെയുള്ള സമീപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിൽ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, ഡൽഹിയിലെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പട്ടിണിപ്പാവങ്ങളും പിന്നോക്കക്കാരുമായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളായി ശ്രീ CR നീലകണ്ഠൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഒന്നും തന്നെ BJP ഏറ്റെടുക്കുന്നതല്ല. BJP അങ്ങനെ ഒരു വലിയ വ്യത്യാസമുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടിയല്ല കേരളം കണ്ടിടത്തോളം. അല്ല, ആ അഭിപ്രായം CR നീലകണ്ഠനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമരങ്ങളുണ്ടായിരുന്നു. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചർച്ചയാണ്. പിന്നെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടുകൾ നമ്മൾ കാത്തിരുന്ന് കാണാനുള്ളൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും അത് CR നീലകണ്ഠൻ്റെ അഭിപ്രായമാണ്, അത് ആം ആദ്മി പാർട്ടി അഭിപ്രായമാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രി എൻ്റെ പിറ്റേ ദിവസം അരവിന്ദ് കെജ്രിവാളിൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. ആം എ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ആം എ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂലധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി എന്ത് നിലപാടെടുക്കും, ഞാൻ മുൻവിധിയോടുകൂടി പറയുന്നില്ല, എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിൽ ആം ആദ്മി പാർട്ടി തെളിയിക്കട്ടെ. ഞാൻ മുൻവിധിയോടുകൂടി പറയുന്നില്ല. അപ്പോൾ CR നീലകണ്ഠന്റെ വാദം മറുവാദമാകും. ഏതായാലും ഞാൻ മുൻവിധി പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ചോദിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയാണ് മാതൃക എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് നമ്മൾ ചർച്ചയ്ക്ക് ശ്രമിക്കാത്തത്. അടിസ്ഥാനപരമായ ഒരു മാറ്റം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലും വേണോ? കേരളമാണല്ലോ ഏറ്റവും സജീവമായ രാഷ്ട്രീയ വാദഗതികളിൽ ഏർപ്പെടുന്ന ഒരു സംസ്ഥാനം. കേരളത്തിൽ 5 വർഷക്കാലത്തെ UDFന്റെ ഭരണം ഇപ്പം നടന്നു വരികയാണ്. ആ UDFന് ബദലായിട്ടുള്ളത് LDF അല്ല എന്നുള്ളൊരു പൊതുവികാരം കേരളത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ പ്രയോജനപ്പെടുത്തിയത്, കേരളത്തിൽ UDFന് ബദൽ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമല്ല എന്നുള്ളൊരു പൊതുവികാരം ഇന്ന് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കേരളത്തിൽ മൂന്നാമതൊരു ബദൽ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി BJP ആണ് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നത്. തൽക്കാലം കേരളത്തിലൊരു മാറ്റം അനിവാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷമായാലും UDF ആയാലും വളരെ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ്. മൂന്നാമതൊരു പ്രസ്ഥാനത്തിന് ഇവിടെ സാധ്യതയില്ല. ഡൽഹിയിലെ പോലെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് അധികാരത്തിൽ വന്നാൽ പോലും അവർക്ക് ഭരണം നടപ്പാക്കാൻ സാധിക്കുകയില്ല. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്രകാലം പരിശ്രമിച്ചിട്ടുള്ള രണ്ട് മുന്നണികളും ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊട്ടടുത്ത് LNG ടെർമിനൽ ഉണ്ട്. ഈ LNG ടെർമിനൽ സ്ഥാപിച്ച അതേ വർഷം തന്നെയാണ് ഗുജറാത്തിലും LNG ടെർമിനൽ കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് ഗുജറാത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാർ ലാഭം കൊയ്യുന്നു. കേരളത്തിൽ ആ പദ്ധതി ഇന്നുവരെ നടപ്പിലായിട്ടില്ല. ഈ മൂന്ന് മുന്നണിക്കും ഒരേ മുഖമാണ്. അത് അഴിമതിയുടേതാണ്, അക്രമത്തിൻ്റെതാണ്. ഈ അഴിമതിയും അക്രമവും ഡൽഹി പോലെ തന്നെ കേരള ജനതയും വെറുക്കുന്നു. അതിനെ പ്രതിരോധിക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ. മാറ്റം അനിവാര്യമാണ്. ഇവരൊക്കെ പറഞ്ഞു ഈ മാറ്റം കേരളത്തിലുമുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രത്യക്ഷത്തിൽ ആ ഫലം വരാത്തത് എന്തുകൊണ്ടെന്നാൽ ഇവിടുത്തെ മുന്നണി സംവിധാനമാണ്. ഈ ഇലക്ഷൻ സമയത്ത് ഇവരുടെ മുന്നണി സംവിധാനത്തിലുള്ള പ്രത്യേക അധികാരം എന്നതാണ് ലക്ഷ്യം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ തന്നെ പറയുന്നത് ഇത് അധികാരം ലക്ഷ്യമല്ല, മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കേണ്ട ജനപ്രതിനിധികൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം വേണം. നല്ലൊരു ശതമാനം എല്ലാ പാർട്ടിയിലെയും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനിൽ അത് സംഭവിച്ചില്ല. കാരണം അവരുടെ മനസ്സിലൊരു ബ്ലോക്കുണ്ട്. അത് മിക്കവാറും ഈ ഡൽഹി തരംഗത്തോടുകൂടി മാറും. ഇവിടെ 3 രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയ മാറ്റം ആവശ്യമാണെന്ന്. പക്ഷേ ആ മാറ്റങ്ങളെല്ലാം തങ്ങളുടെ കക്ഷികൾക്ക് അനുകൂലമായിട്ട് തങ്ങളുടെ കക്ഷി അധികാരത്തിൽ വരുന്ന ഒരു മാറ്റം ആവശ്യമാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മാറ്റം ആവശ്യമല്ല,
കേരളത്തിലും ഇന്ത്യയിലും എമ്പാടും രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച ഒരു തുറന്ന നിലപാടുകളുണ്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തുറന്ന് പഠിക്കാവുന്ന ഒരു സാഹചര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ അവിടെയുള്ള എല്ലാ സേവനങ്ങൾക്കും സാധാരണക്കാരൻ കാശ് കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ സർക്കാർ സേവനം കാശ് കൊടുത്താണ് നടക്കുക എന്ന് ഇനിയും ജനം അറിയേണ്ടതില്ലാത്ത ഒരു കാലഘട്ടം ആം ആദ്മി പാർട്ടി വരുത്തിയാൽ അവർക്ക് ജനം വോട്ട് കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്രമ അഴിമതി രാഷ്ട്രീയം എല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ടി വരുമ്പോൾ അക്രമം, ഒരു പാർട്ടി വരുമ്പം അഴിമതി. ഇതിനെ മുതലെടുത്തിന് വരുന്നത് BJP ആണോ ആം ആദ്മി ആണോ നമുക്ക് പറയാൻ പറ്റില്ല. പല സമ്മേളനത്തിലും ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ പല പരാജയങ്ങളും എന്ന് പറയുന്നു. ഡൽഹിയിൽ കേജ്രിവാളിൻ്റെ കഴിഞ്ഞ 8 മാസമായിട്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയൊരു വിജയം നേടിയെന്നാണ് എല്ലാവരും പൊതുവിൽ. പുതിയ റേഷൻ കാർഡ് പുതുക്കുന്നതിൽ 72 തൊഴിൽ കോഡുണ്ട്. 72ാമത്തെ തൊഴിൽ പൊതുപ്രവർത്തനമാണ്. ഇന്നിവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പൊതുപ്രവർത്തനം ഒരു തൊഴിലാണ്. ഇന്ന് രാഷ്ട്രീയ സമരങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ സമരങ്ങളിൽ നിന്ന് കൈയൊഴിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം ഇവിടെ ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവമുണ്ട്. പ്ലാച്ചിമടയിലെ ഒരു ആഗോള ഭീമനെതിരെ നിരക്ഷരായ മൈലമ്മയാണ് ആ സമരം ചെയ്തത്. മൈലമ്മയുടെ നേതൃത്വത്തിൽ ഒരു ആഗോള ഭീമനെ പരാജയപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോഴും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് എങ്ങനെ എന്നുള്ളതിനാണ് എല്ലാ പാർട്ടികളും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും കേരളത്തിലെ ചർച്ച കണ്ടിട്ടുള്ളത്. വളരെ സ്വാഭാവികമായ അധികാരം തിരിച്ചു വരുന്ന ഒരു പ്രക്രിയ കേരളത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിന് വല്ലാത്ത അലസത കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടെ പുതുതായി ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് പിന്നാലെ പോകാൻ പറ്റുന്നത്രയും വൈകാരികമായ ഒരു അന്തരീക്ഷം ജനങ്ങൾക്കിടയിലുണ്ടെന്ന് CPM തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളുടെയും അനുഭവങ്ങളിലും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെ അകത്തും രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്കകത്തും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം എടുക്കുന്ന കാര്യത്തിലും LDF ഉൾപ്പെടെ വലിയ മാറ്റവും അവർ സ്വയം മാറേണ്ടതാണ് യഥാർത്ഥത്തിൽ. LDF മാറേണ്ടതുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാറേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ആ മാറ്റത്തിൻ്റെ ഒരു അന്തസ്സാരം അതിനെ സ്വാംശീകരിച്ചുകൊണ്ടായിരിക്കും ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ 21ാം പാർട്ടി കോൺഗ്രസ് സർവീയമ്മയുടെ രേഖയ്ക്ക് ഭാഗമായിട്ട് കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ട് കാലം നമ്മുടെ ഇന്ത്യയിൽ ഞങ്ങൾ അനുവർത്തിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ ലൈൻ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു റിവ്യൂ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും PBയും നേരെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നയത്തിൻ്റെ അകത്ത് മാറ്റം ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കടക്കം അവരുടെ എല്ലാം അഭിപ്രായം അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളത് പാസ്സാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ കേരളത്തിലെ സംസ്ഥാന സമ്മേളനം ഇതിൻ്റെ മുന്നോടി എന്ന രൂപത്തിൽ ലോകത്തിലാകെയും ഇന്ത്യയിലുണ്ടാകുന്ന ഈ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ജനങ്ങളുടെ അഭിരുചിയുടെ മാറ്റത്തിൽ എല്ലാം വെച്ചുകൊണ്ട് ഉള്ള കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള പദ്ധതി ഈ സമ്മേളനത്തിൽ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവിടെയും ഒരു ആത്മവിശ്വാസത്തിന്റെ ബലമുണ്ട്. മാറ്റം വേണമെങ്കിലാകാം, അത് വേണമെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷം പറയുന്നതും കേരളത്തിലാണെങ്കിൽ 2 മുന്നണികൾ, കാലാകാലം, ചരിത്രം, അതൊക്കെ ആത്മവിശ്വാസം, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇളക്കമൊന്നും തട്ടില്ലാത്ത പിൻബലം ജനങ്ങളുടെ അടുത്ത് നിന്നുണ്ട് എന്നുള്ളിടത്താണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാതൽ. അത് തന്നെ മതിയോ? മോഹൻ പറഞ്ഞ മാതിരി ആം ആദ്മി പാർട്ടിക്കല്ല ഇപ്പോൾ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, ഇതേവരെ കഴിഞ്ഞ അനവധി കൊല്ലങ്ങളായിട്ടുള്ളത് അവരുടെ അടിത്തറ കുറഞ്ഞുകൊണ്ട് വരികയാണ്, ദുർബലപ്പെട്ടുകൊണ്ടുവരികയാണ്. ഇതെന്തുകൊണ്ട് ദുർബലപ്പെട്ടു വരുന്നു എന്നുള്ളതിനെ പറ്റി റിവ്യൂ നടത്തുന്നുണ്ട്. 24 പാർട്ടി കോൺഗ്രസ്സിൽ റിവ്യൂ നടത്തുന്നത് പറയുന്നു. എന്നിട്ട് അത് പുതിയ രാഷ്ട്രീയ ലൈൻ പരിപാടി ഉണ്ടാകുമെന്ന് പറയുന്നു. അതുണ്ടാകുന്ന ജനങ്ങളുടെ അത് ചർച്ച ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. വളരെ നല്ലത്. ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിന് വാണിജ്യ അവസരത്തിൽ ആം ആദ്മി പാർട്ടി ചെയ്തതെന്ന് ഒരു മാതൃക കിട്ടാം. ഡൽഹി ഡയലോഗ്സ് മാതിരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡയലോഗ്സ് ഒരു 2 കൊല്ലം കൊണ്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം സമാഹരിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കാൻ നിൽക്കുക. എന്നാൽ ഇടതുപക്ഷത്തിന് സാധ്യത വളരെ കൂടുതലുണ്ട്. പക്ഷേ ആ ഇടതുപക്ഷം ഇന്നത്തെ ഇടതുപക്ഷം ആയിരിക്കില്ല, ഇന്നത്തെ CPM ആയിരിക്കും, അത് മാറിയിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ കാത്തിരിപ്പ് മാത്രമാണ്. ആം ആദ്മി പാർട്ടി ബോധ്യപ്പെടുത്തുന്നത് ബോധപൂർവമായ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും മുൻവിധികളോടുകൂടി കാണാം, അത്രേ ഉണ്ടാകൂ എന്ന് നിരീക്ഷണത്തിലെത്താം, അവിടെ നിർത്തും എന്ന് പ്രതീക്ഷിക്കാം, ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യാം, അവകാശമുണ്ട്. പക്ഷേ സ്വാഭാവികമായി അവിടെ മടുക്കുമ്പോൾ ഇവിടേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു വൈകാരികമായ കാത്തിരിപ്പിനപ്പുറം BJPക്ക് ഒരു രാഷ്ട്രീയ പരിപാടി ഉണ്ടോ കേരളത്തിൽ? അല്ല, ഒന്ന് സ്വാഭാവികമായി കാത്തിരിക്കുന്നൊരു പാർട്ടിയല്ല BJP. ഞാൻ ആം ആദ്മി പാർട്ടി അവിടെ നിർത്തും എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പാർട്ടിയുടെയും ഭാവി നമുക്കാർക്കും പ്രവചിക്കാൻ വേണ്ടി കഴിയില്ല. ജനമാണ് തീരുമാനിക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ബദൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ ബദലുമായി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന പ്രതികരണം ആശാഭം. ഉദാഹരണമായിട്ട് BJPയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുകയാണ്. കേരളത്തിൽ ചെറിയൊരു പാർട്ടി BJP.
പക്ഷേ ഞങ്ങൾ സമീപിക്കാത്ത സ്ഥലങ്ങളില്ല. ഓരോ പുതിയ സ്ഥലത്ത് സമീപിക്കുമ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായ പ്രതികരണമാണ് കിട്ടുന്നത്. CPM-ൻ്റെ കേന്ദ്രങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട്. ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ CPM-ൻ്റെ കേന്ദ്രങ്ങളിൽ BJP-യുടെ ആളുകൾ വരാൻ തയ്യാറാക്കുന്നു. മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ BJP-യെ തീണ്ടാപ്പടകലെ മാറ്റി നിർത്തിയതും മറ്റു രീതിയിൽ കാണുകയും ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പോകുമ്പോൾ BJP മെമ്പർമാരാകാൻ തയ്യാറാക്കുന്നു. അത് ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടാണ്. ഞങ്ങളങ്ങനെ വെറുതെ കാത്തിരിക്കുന്നില്ല, കയ്യും കെട്ടി കാത്തിരിക്കുന്ന പാർട്ടിയല്ല. BJP പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. 2016 കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി ടൈം ബൗണ്ട് പ്രോഗ്രാം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പ്രവർത്തനത്തിൽ ഞങ്ങൾ വിശ്വാസം. പ്രവർത്തനത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. രാഷ്ട്രീയ സംസ്കാരം മാറണം എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചതും അതായിരിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. രാഷ്ട്രീയമായ സംസ്കാരമാണ് മാറേണ്ടത്. BJP-ക്ക് ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. അത് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ്. ആ രാഷ്ട്രീയ സംസ്കാരത്തെ ഇന്ത്യയിലെ ജനം സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി കൂടുതലാണ്. കാരണം കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ശക്തമായ സംഘടനാ സംവിധാനവും പഴുതുകളില്ലാത്ത രീതിയിൽ ഭരണതലത്തിലേക്ക് കൃത്യമായ പ്രാതിനിധ്യമൊക്കെ ഉള്ള പാർട്ടിയായി കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. രാഷ്ട്രീയ ശൈലി മാറണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഭരണമാറ്റം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശൈലി എന്ന് പറഞ്ഞാൽ ഇവിടെ UDF ഭരിക്കും, LDF ഭരിക്കും. ഒരു കൂട്ടർ ഭരിക്കുമ്പോൾ എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കുക, തെളിവുകളില്ലാതെ അഴിമതി ആരോപണം ഉന്നയിക്കുക. പുറത്തിറങ്ങി നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കണം സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയമെന്ന് കോൺഗ്രസിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി കഥകൾ ആരോപിക്കുക എന്നുള്ളതല്ലാതെ അഴിമതി എന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയല്ലാതെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ അജണ്ട തീരുമാനിക്കുക. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാനം, പട്ടികജാതിക്കാരുടെ ഇന്നത്തെ അഭിവൃദ്ധി, കാർഷിക പരിഷ്കരണ നിയമം അടക്കമുള്ള സാമൂഹ്യ പെൻഷനുകളടക്കമുള്ളത് ഇവിടെ മാറി മാറി ഭരിച്ച LDF-ഉം UDF-ഉമാണ്. അതിനെല്ലാം കണ്ണടച്ചെതിർത്തുകൊണ്ട് എല്ലാവരും അഴിമതിക്കാരാണ്. ഇത് അരാഷ്ട്രീയവാദം വളർത്താനേ ഉപകരിക്കുള്ളൂ. കേരളത്തിൽ ഈ ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ട് ഉടനെ ഉണ്ടാകും എന്ന യാന്ത്രികമായ വിശ്വാസത്തിലല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ സാഹചര്യമുണ്ട്. ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. ഈ കേരള ചരിത്രത്തിൽ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ നേതാവുണ്ടോ? ഒരു ബാലകൃഷ്ണപിള്ള ഒഴിച്ച്. അപ്പോൾ ഇതുവരെ കേരളത്തിൽ ഒരു അഴിമതി നടന്നിട്ടില്ലേ? ഇപ്പോൾ CP മുഹമ്മദിൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്താണ്. തെളിവില്ല, ശിക്ഷിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് അഴിമതി നടന്നേയില്ല. ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കേരളത്തിലെ നിയമസഭയിൽ ഭരണപ്രതിപക്ഷങ്ങൾ പരസ്പരം ആരോപിച്ച അഴിമതിയുടെ കണക്കിൻ്റെ ലിസ്റ്റ് എടുത്താൽ കേരളം മൊത്തം വിലയ്ക്ക് വാങ്ങാനുള്ള പൈസകൾ അഴിമതി നടന്നിട്ടുണ്ട്. ഏതെങ്കിലും അഴിമതി ആരെങ്കിലും ശിക്ഷിച്ചോ? ഇവർ 5 കൊല്ലം മാറി വരുമ്പോൾ അടുത്ത തവണ വരുമ്പോൾ ഇവർ രക്ഷിക്കും, അടുത്തവരെ ഇവർ രക്ഷിക്കും. ഈ പരസ്പര സഹായ സംഘമായി നിൽക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണെന്ന് മുന്നണിക്കകത്തു നിന്ന് തന്നെ പരാതികൾ ഉന്നയിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് RTI ബാധകമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് RTI ബാധകമാക്കണമെന്ന് ഇവിടെ ഏതെങ്കിലും പാർട്ടി സമ്മതിക്കുമോ? യഥാർത്ഥത്തിൽ ആളുകൾ ഇൻട്രോസ്പെക്ഷന് സമയമായി. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രതിസന്ധി ഒന്നുമില്ല, ഞങ്ങൾ മാറി മാറി ഭരിച്ചാൽ കാര്യങ്ങളൊക്കെ നന്നാവും എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ തീരുമാനിച്ചാൽ, ഇത് ശാശ്വതമാണ് എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ, അതല്ല എന്ന് പറയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഡൽഹി കാണിച്ചത്. ആ അവകാശം കേരളത്തിൽ ജനങ്ങൾ വിനിയോഗിച്ചാൽ കേരളത്തിൽ മാറ്റം വരും, അല്ലെങ്കിൽ കേരളം ഇതുപോലെ തുടരും. അവസാനത്തെ ചോദ്യം ശ്രീ MP പരമേശ്വരൻ. പക്ഷെ അതിനൊരു കാരണമോ പ്രതിസന്ധിയോ പ്രതിഷേധമോ പ്രതീക്ഷയോ ഉണ്ടാകണം. പ്രതീക്ഷ ഉണ്ടാകുന്ന രീതിയിൽ ഒരു ധ്രുവീകരണം സംഭവിക്കണം. അത് ഇപ്പോഴുള്ള പാർട്ടികളിലൂടെ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കണോ? പുതിയൊരു കാരണം വരുന്നത് വരെ കാത്തിരിക്കൂ എന്ന് കരുതണം? പുതിയൊരു കാരണം പറയേണ്ട ആവശ്യമില്ല. അതപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ, ഇവരുടെ ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ ജീവിതം അവരൊന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് കേരളം ജീവിക്കുന്നത് 3 കേരളത്തിൻ്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കേരളത്തിൻ്റെ എക്കോളജിക്കൽ ഫുട് പ്രിൻ്റ് 3ആണ്. ഈ തരത്തിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ ജീവിതം അസഹ്യമായി തീരും. ഇതൊന്നും കാലാവസ്ഥാ മാറ്റം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അതിലേറെ പുറമെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകാൻ പോവുകയാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ തന്നെ ആക്ട് ചെയ്യും. ഇവർ ആക്ട് ചെയ്യാണ്ട് ഈ തലമുറ ആക്ട് ചെയ്യാതെ ഒരു മാറ്റം ഇവിടെ വരില്ല. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. മാറ്റം ആവശ്യമാണ് എന്ന് പൊതുസ്വരത്തിൽ അംഗീകരിക്കുമ്പോഴും ഏത് രീതിയിൽ എന്നുള്ളതിലേക്ക് ഒരു വ്യക്തതയിലേക്ക് നമ്മുടെ ചർച്ചയ്ക്കും എത്തിച്ചേരാനായിട്ടില്ല. കാരണം അത് സാഹചര്യങ്ങളിലൂടെ തന്നെ ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ്. പക്ഷേ കേരള രാഷ്ട്രീയം അത്തരത്തിലുള്ളൊരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. മാറേണ്ടത് പ്രസ്ഥാനങ്ങളാണോ അതോ രാഷ്ട്രീയം തന്നെയാണോ എന്നുള്ള ചോദ്യത്തിന് രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ തന്നെ ഉത്തരം കണ്ടെത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണ പൂർണ്ണമാകുന്നു. നമസ്കാരം.